പ്രധാനമന്ത്രി സമ്മാൻ നിധിയുടെ 17ാം ഗഡു വിതരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഗഡു എപ്പോൾ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ സമൂഹത്തിലുള്ളത്. അങ്ങനെയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇതിന് പിന്നിൽ ഉയർന്നു നിൽക്കുന്നത്. പ്രധാനമായും ഇങ്ങനെ തുക ലഭിക്കുന്ന ആളുകളുടെ ഭൂമി വിൽക്കാൻ സാധിക്കുമോ? അതോ അതൊരു കാർഷിക ഭൂമിയായി തന്നെ നിലനിർത്തേണ്ടതുണ്ടോ? അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഇന്ന് ഉയർന്നു കേൾക്കുന്നത്. 2018 ഡിസംബർ 1 മുതൽ ആരംഭിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതിയാണിത്. രാജ്യത്ത് ഉടനീളമുള്ള ഭൂവുടമ കർഷകർക്ക് പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് നടത്തിവരുന്ന പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി. പ്രതിവർഷം 6000 രൂപയാണ് കർഷകർക്ക് ലഭിക്കുക. അത് 3 മാസ ഗഡുക്കളായിട്ടാണ് അവരുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ എത്തുന്നത്. ഇങ്ങനെയുള്ള കർഷക ഭൂമിയായി തന്നെ ഇനിയുള്ള കാലം നിലനിർത്തണം എന്നുള്ളൊരു കാര്യം ഉയർന്നു വന്ന സാഹചര്യത്തിൽ കേന്ദ്ര മന്ത്രാലയം തന്നെ അതിനെ എതിർത്തതാണ്. നിങ്ങൾക്ക് ഈ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനോ വീട് വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കോ ആയി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. മറ്റുള്ള ഭൂമികൾ കൈകാര്യം ചെയ്യുന്ന മോഡൽ തന്നെ ഈ ഭൂമിയും നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള പൂർണ്ണ അധികാരവും കേന്ദ്ര സർക്കാർ നൽകുന്നു. നിങ്ങൾക്ക് ഈ ആനുകൂല്യം കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പകുതി വെച്ച് മുടങ്ങിപ്പോയെങ്കിൽ അതെങ്ങനെ വീണ്ടും പുതുക്കിയെടുക്കാം എന്നുള്ള വിവരങ്ങളടങ്ങിയ വീഡിയോ ചാനലിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സർക്കാർ ആനുകൂല്യങ്ങളുടെ വിവരങ്ങൾ കൃത്യമായ സമയത്ത് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക.